സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചു തീർത്ത പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഞാനിത് ആദ്യമായിട്ട് വായിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഉദയം ക്ലബിൻ്റെ ഒരു ഗ്രന്ഥശാലയിൽ നിന്നാണ്. വായനയെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയ കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ അന്ന് വായനയിൽ ഇടം തേടി. വർഷങ്ങൾക്ക് ശേഷം അതേ പുസ്തകം വായനയ്ക്കായിട്ട് വീണ്ടും കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനും ഏറെ മുമ്പുള്ള മയ്യഴിയെക്കുറിച്ചുള്ള കഥകൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. തങ്ങളുടെ നാട് ഫ്രഞ്ചുകാരുടെയും കൂടി നാടാണെന്ന് വിശ്വസിച്ച മയ്യഴിപ്പുഴയുടെ ജനതയിൽ നിന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ ഇറങ്ങിത്തിരിച്ച ദാസൻ നമുക്കൊരു വിസ്മയമായി മാറാൻ തുടങ്ങും. കഷ്ടപ്പാടുകൾ സഹിച്ച് അയാൾ നേടിയ വിദ്യാഭ്യാസം, സ്വപ്നതുല്യമായ ജോലി അയാൾക്ക് നൽകിയിട്ടും അത് വേണ്ടെന്ന് വെച്ച് അയാളിലെ വീരപുരുഷൻ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുവാൻ തയ്യാറാവുന്നു. പുസ്തകത്തിലുടനീളം ഒരു ജനതയുടെ വിശ്വാസങ്ങളും ജീവിത രീതികളും ഫ്രഞ്ചുകാരുടെ സ്വാധീനവുമൊക്കെ ഭംഗിയായി തന്നെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. മനോഹരമായ ഒരു ചരിത്ര പുസ്തകം എന്നു തന്നെ നമുക്കിതിനെ എടുത്തു പറയാം. പ്രണയവും വിശപ്പും സ്വാതന്ത്ര്യ സമരവുമൊക്കെ കലരുന്ന മയ്യഴിയെ പരിചയപ്പെടുത്തുവാൻ മയ്യഴിയുടെ പ്രിയ കഥാകാരനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക?